എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വില്ലേജ് ഗോസ്പൽ മിഷൻ ഗോസ്പൽ വോയിസ് എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ ഞങ്ങളുടെ പ്രസംഗം നിങ്ങൾ പലർക്കും അനുഗ്രഹവും നന്മയുമായി തീർന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ദൈവം എനിക്ക് തന്ന വിടുതലുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അതിൻ്റെ മുഖാന്തരങ്ങളെ കോട്ടയത്തുകാരനായ പ്രിയ പോൾ വർഗീസിനെയും കുടുംബത്തെയും ഞാൻ സേവിക്കുന്ന ദൈവം അനുഗ്രഹിച്ച് മാനിക്കട്ടെ. 2 തിമോത്തിയോസ് 2:8-9 ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. പൗലോസ് വിളിച്ചു പറയുക, ഒറ്റയാളെ ഓർത്തേച്ചാൽ മതി, യേശുക്രിസ്തുവിനെ മാത്രം ഓർത്താൽ മതി. അടുത്തത്, അതാകുന്നു എന്റെ സുവിശേഷം. പൗലോസിന്റെ സുവിശേഷം യേശുക്രിസ്തുവാണ്. അടുത്തത്, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. അടുത്തത്, ദൈവവചനത്തിനോ ബന്ധനമില്ല. ദൈവവചനത്തിനോ ബന്ധനമില്ലാത്ത ഒറ്റ സംഗതി ഉണ്ടെങ്കിൽ അത് ദൈവവചനത്തിനാണ്. 1 പത്രോസ് 4:11. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ദൈവവചനം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്ന് ഓർത്ത് അതിനെ കൈക്കൊണ്ടുകൊള്ളണം. നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്നവൻ ചോദിച്ചതിന് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു പബ്ലിക് മീറ്റിംഗ് പ്രസംഗിച്ചതല്ല, ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചതല്ല, തന്നോടൊപ്പം ഇറങ്ങിത്തിരിച്ച ഒരുപറ്റം ആളുകൾ, കുടുംബം, തൊഴിൽ, സ്നേഹിതർ, സകലവരെയും വിട്ട് യേശുവിൻ്റെ ശബ്ദത്തിങ്കൽ ഇറങ്ങിത്തിരിച്ച ഒരുപറ്റം ആളുകൾ യേശുവിൻ്റെ കൂടെ നിന്നെ അനുഭവിച്ചു, പട്ടിണി അനുഭവിച്ചു, പഴി, ദുഷി, നിന്ന ഒക്കെ അനുഭവിച്ച ഒരുപറ്റം സാധുക്കൾ. അവരോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്നെ ആരെന്ന് അറിയുന്നു? ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ, എൻ്റെ യേശു ആഗ്രഹിക്കുന്നു അവനോട് ചേർന്ന് നടക്കുന്നവർ അവൻ ആരാണെന്ന് അറിയണം. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. പെട്ടെന്ന് പത്രോസ് ചാടിക്കേറി എഴുന്നേറ്റ് പറയുക, ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ യേശു പറയുക, പത്രോസേ, നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത് ജഡരക്തങ്ങളല്ല, നീ പുസ്തകം വായിച്ചിട്ടോ കുറച്ച് അറിവ് കൊണ്ടോ വിദേശ പര്യടനം കൊണ്ടോ കിട്ടിയതല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ വിശേഷിച്ച് യേശു ആരാണെന്ന് നിനക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. സ്തോത്രം. 1 കൊരിന്ത്യർ 2:10-11. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ, ഇന്ന് പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് കിട്ടിയൊരു മഹാഭാഗ്യമായത് കേട്ടോ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെട്ടു തന്നു. അടുത്തത്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. സകല വിഷയങ്ങളും നിനക്കറിയണമെങ്കിൽ, ദൈവവചനത്തിൻ്റെ ആഴം നിനക്കറിയണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാത്തവൻ ഇതിൻ്റെ ക്ലൂ പിടികിട്ടത്തില്ല. ദൈവവചനത്തിലൊരു വാക്യമുണ്ട്, വരം ലഭിച്ചവൻ മാത്രമേ ഇത് മനസ്സിലാക്കത്തുള്ളൂ.
1 യോഹന്നാൻ 2:20. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ അറിയണം. സ്തോത്രം. ആവർത്തനം 6:4. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. യഹോവ ഒറ്റ ദൈവമേ നമുക്കുള്ളൂ. 1 കൊരിന്ത്യർ 8:5 മുതൽ വായിക്കും. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. യിരെമ്യാ പ്രവചനം 10:10. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ദൈവം ഏകനാ, ഒറ്റ ദൈവമേ ഉള്ളൂ. സ്തോത്ര. പിന്നെങ്ങനെ ദൈവപുത്രനുണ്ടാകുന്നേ? സ്തോത്ര. ഒരു വലിയ വിഷയമായിന്ന് യേശു ആരാണെന്ന് നാം അറിയണമെങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. എഫേസ്യ ലേഖനം 4:6. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ. അതിനെ വിഭജിച്ചു കളയരുത്. സ്തോത്ര. വൈര് യാക്കോബിന്റെ ലേഖനം 2:19. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും പിശാചു പോലും പറയുന്നു ഒരൊറ്റ ദൈവമേ ഉള്ളൂ. സ്തോത്രം. വൈര് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-34. ഞാനും പിതാവും ഒന്നാകുന്നു. എന്റെ യേശു പറയുക, ഞാനും പിതാവും ഒന്നാ. 34. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ ഞാൻ പറഞ്ഞു എന്ന് എന്റെ യേശു പറയുക. ന്യായപ്രമാണം കൊടുത്തവൻ എന്റെ യേശുവാ. സ്തോത്രം. കൊലോസ് ലേഖനം 2:2. അവൻ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും. പൗലോസ് വിളിച്ചു പറയാ, ക്രിസ്തു ദൈവമാണെന്ന മർമ്മം എനിക്ക് വെളിപ്പെട്ട് കിട്ടി. സ്തോത്ര. യോഹന്നാൻ 14:8-9. പീലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു. പീലിപ്പോസ് യേശുവിനോട് എന്നുവെച്ച് പറയുക, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അതിന് യേശു പറഞ്ഞ മറുപടി, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും. ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുക, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. എന്റെ യേശുവിന്റെ മറുപടി, ഫിലിപ്പോസേ, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? ഫിലിപ്പോസേ, എന്നെ അറിയുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? പിതാവിനെ കാണിച്ചു തരണമെന്ന് ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ എൻ്റെ യേശു പറയുക, എന്നെ കണ്ടു, ഞാനും പിതാവ് ഒന്നാ. സ്തോത്രം. കൊലോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 15 മുതൽ വായി. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അടുത്തത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ സകലതിന്റെ സൃഷ്ടാവ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ ദൈവമാണ് നമ്മുടെ യേശു. അടുത്തത്, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരം അവനായിട്ട് സകലതും സൃഷ്ടിച്ച ദൈവമായ എൻ്റെ യേശു. തീത്തോസിന്റെ ലേഖനം 2:12.
യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിനെ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആ വാക്യം ഒന്നും കൊണ്ട് വായിച്ച്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ പറയാ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. കേട്ടോ, ദൈവമാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ദൈവപുത്രനല്ല, ദൈവമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. വായിച്ച് യൂദായുടെ ലേഖനം 1:25. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ. യേശുക്രിസ്തു രക്ഷിതാവായ ഏക ദൈവം. ഇതിൽ കൂടി തെളിവ് നമുക്ക് എന്താ വേണ്ട? സ്തോത്രം. മത്തായിയുടെ റോമാലേഖനം 9:5. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി. യേശുവിനെ പറ്റി പൗലോസ് വിളിച്ചു പറയുക, അവൻ സർവത്തിനും മീതെയുള്ള ദൈവം. പൗലോസിനൊരു സ്വഭാവമുണ്ട്, കേട്ടറിവല്ല, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് ഏൽപ്പിച്ചു തരുന്നവനാണ്. വിളിച്ചു പറയുക, അവൻ സകലത്തിനും മീതെയുള്ള ദൈവം. സ്തോത്രം. മത്തായി 1:22. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം. അവന് ദൈവം, യേശു നല്ല എഴുതിയിരിക്കുന്നു, ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേൽ എന്നാ പേരിടേണ്ടത്. സ്തോത്രം. വൈര് 28:17. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സകല ആകാശവും ഭൂമിയിലുമുള്ള സകലതിന്റെയും അധികാരം കർത്താവിന്റെ കയ്യിലാ, അധികാരമുള്ളവനാ. സ്തോത്രം. യെശയ്യാ പ്രവചനം 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പറയും. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമാണ്. 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിലാ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. പിതാവ്. എന്റെ യേശുവിനെ പറ്റി യെശയ്യാവ് കണ്ട ദർശനമായത് കേട്ടോ. സ്തോത്രം. വൈര് യോഹന്നാന്റെ സുവിശേഷം 4:24. ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു കർത്താവ് ആത്മാവാകുന്നു. 2 ഒന്നല്ലേ? അതുകൊണ്ടാണ് ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ വേണം ആരാധിക്കാൻ. സ്തോത്രം. വൈര് യോഹന്നാന്റെ സുവിശേഷം 20:28. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. തോമസ് യേശുവിന്റെ കാലം വീണിട്ട് പറയുക, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. സ്തോത്രം. വൈര് യോഹന്നാൻ 8:12. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. 1 യോഹന്നാൻ 1:5. ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാ. 2 ഒന്നല്ലേ? 5:20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും ദൈവത്തെ അറിയുവാൻ നമുക്ക് ഭാഗ്യം കിട്ടി. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2:6-8 വരെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. ദൈവത്തോടുള്ള സമത്വം, ദൈവമായിരുന്നവൻ വേഷത്തിൽ
മനുഷ്യനായി പിറന്നവനാണ് എൻ്റെ യേശു. സ്തോത്രം, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. യേശു വിളിച്ചു പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നമുക്ക് പ്രസംഗിക്കാൻ യേശുവിനെ കുറിച്ചേ കാണത്തുള്ളൂ സബ്ജക്റ്റ് കേട്ടോ. അതുകൊണ്ടാണ് ലൂക്കോസ് 24:44. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. യേശുവിനെ കുറിച്ച് വല്ലതും എഴുതിയിട്ടുണ്ടോ? സങ്കീർത്തനങ്ങൾ യേശുവിനെ കുറിച്ച്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അവൻ ദൈവമായിരുന്നു. അവൻ വേഷത്തിൽ വെളിപ്പെട്ട, ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. സ്തോത്രം. വൈര് യെശയ്യാ പ്രവചനം 40:18 മുതൽ. യെശയ്യാ പ്രവചനം 40:18 മുതൽ. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ആകയാൽ ഈ ദൈവത്തെ നമ്മൾ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? എന്റെ ദൈവത്തോട് തുല്യനായ ഒരൊറ്റ പ്രതിമയില്ല. അടുത്തത്, മൂശാരി വിഗ്രഹം വാർക്കുന്നു. യെശയ്യാവ് 42:8. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും. എന്റെ ദൈവം തന്റെ മഹത്വം വേറെ ഒരൊറ്റ മനുഷ്യന് വിട്ടുകൊടുക്കത്തില്ല. എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല. ഒരു നല്ല മനുഷ്യൻ ദൈവമായതല്ല എൻ്റെ യേശു. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. എൻ്റെ യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എന്നിലും ജീവിക്കും. നമുക്ക് ജീവൻ തരുവാൻ, സമൃദ്ധിയായി ജീവൻ തരുവാനാണ് എൻ്റെ യേശു വന്നത്. യെശയ്യാവ് 46:5. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? എന്റെ ദൈവത്തോട് തുല്യനാക്കി ഒന്ന് ഒത്തുവരുവാൻ വേറൊരു വസ്തുവും ഇല്ല കേട്ടോ, ഒരു വ്യക്തിയുമില്ല. എന്റെ ദൈവത്തിന് തുല്യൻ എന്റെ ദൈവം തന്നെ. അത് നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കണം. എൻ്റെ മകള് MDS പഠിക്കാനായി അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ റഷ്യക്ക് പോയി. അവിടെ വെച്ച് അവൾ കൺസ്യൂം ചെയ്തു. അവൾക്ക് ഛർദിൽ വന്നു, ബ്ലഡ് വരെ ഛർദിച്ചു. റഷ്യൻ ഡോക്ടേഴ്സ് അവൾക്കൊരുപാട് ടാബ്ലറ്റ്സ്, ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. എൻഡോസ്കോപ്പി തുടങ്ങിയ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി. ബ്ലീഡിങ് തുടങ്ങി. കുഞ്ഞ് വീക്കായിപ്പോയി. വിളിച്ചു പറഞ്ഞു, വി വിൽ സീ യു ഇൻ ഹെവൻ. ആ കണ്ടീഷനായി. അവളെ അർജൻറ്റായിട്ട് അടുത്ത ഫ്ലൈറ്റിൽ സ്ട്രെച്ചറിലാണ് ഞങ്ങൾ ബോംബെക്ക് കൊണ്ടുവന്നത്. നാട്ടിൽ വന്നു. സ്ട്രെച്ചറിൽ അവളെ വീട്ടിലെത്തിച്ചു. കായംകുളത്ത് എബനീസർ ഹോസ്പിറ്റൽ ഡോക്ടർ സുജാത MD DGO കാണിച്ചു. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട്, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ബെറ്റർ ടു ഡു D&C. നിങ്ങൾ ബുദ്ധിയുള്ളവരാ, ഇത് വെച്ചോണ്ടിരിക്കരുത്, ഒരു റിട്ടാർഡേഷൻ ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നത്, നമുക്കതങ്ങ് ചെയ്യരുതോ? അവൾ പറഞ്ഞു, നോ, വർഷങ്ങളായി നമ്മളെ വേട്ടയാടുന്ന ഒരു പിശാചുണ്ട്, അവന് ഞങ്ങൾ കീഴ്പ്പെട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് വയറ്റത്ത്
പോസിറ്റീവ് പ്രാസംഗികരുടെ കാസറ്റുകൾ കിട്ടി. എൻ്റെ പറമ്പിൽ കൂടെ നടക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിയിട്ടുണ്ട്. 6 മാസം വരെ മൂവ്മെന്റ്സ് ഇല്ലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. പക്ഷേ യേശു ആരാണെന്ന് അറിഞ്ഞ ഒരു വ്യക്തി, യേശുവിനോട് നിന്റെ ഹൃദയം തുറന്ന് സംസാരിച്ചു കഴിയുമ്പോൾ, എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. കാരണം അവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നത് എന്നെ വിടുവിക്കാനാ. ലൂക്കോസ് 4:18. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. ദരിദ്രനായ ഒരു മനുഷ്യനോട് സുവിശേഷം, ഗുഡ് ന്യൂസ്, അത് പറയാനാ എൻ്റെ യേശു ഭൂമിയിൽ വന്നത്. എന്ത് ഗുഡ് ന്യൂസ്? എന്താ പറയുന്നേ? അവന്റെ ആത്മാവന്റെ മേലുണ്ട്. നിന്റെ ദാരിദ്ര്യം മാറും, നിന്റെ കടബാധ്യത മാറും. നിനക്കൊരു വിടുതൽ തരുവാനായി എൻ്റെ യേശു വന്നത്. അറുപ്പാനും മുടിക്കാനും വരുന്ന പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുക്കുവാനായി എൻ്റെ യേശു വന്നത്. അതുകൊണ്ട് ആ പത്രോസ് വിളിച്ചു പറഞ്ഞത്, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ വേറൊരു നാമവുമില്ല. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് കേട്ടോ. സ്തോത്രം, സ്തോത്രം. അവൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ വന്നതാ. ബന്ധിച്ചിരിക്കുന്നവരെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ വന്നവനായ എൻ്റെ യേശു. സ്തോത്രം. നിന്റെ നന്മയെ കെട്ടിയിരിക്കുന്ന, നിന്റെ സകലവിധ സന്തോഷത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ എൻ്റെ യേശു ഇറങ്ങി വന്നത്. സ്തോത്രം. എൻ്റെ മകള് 9 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു സിസേറിയൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഹൃദയം തുടിച്ചു. എൻ്റെ കുഞ്ഞിനൊരു റിട്ടാണായ കുഞ്ഞുണ്ടായാൽ എൻ്റെ സുവിശേഷം അവിടെ നിൽക്കും. എൻ്റെ സഭയിലെ സാധുക്കളായ ആളുകൾ എന്നോട് ചോദിക്കും, അച്ഛാ, എൻ്റെ മകൾക്ക് ഇതാഗതിയെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ദൈവത്തോട് നിലവിളിച്ചു. കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് വെളിയിലോട്ടെടുത്തപ്പോൾ കാണാൻ പോലും വയ്യാതെ ഭിത്തിയോട് ചേർന്ന് നിന്ന് നിലവിളിച്ചു. പക്ഷേ കൊണ്ടുവന്നപ്പോഴറിഞ്ഞത് സുന്ദരക്കുട്ടപ്പനായ അംഗഭംഗമില്ലാത്ത ഒരോമന കുഞ്ഞിനെ എൻ്റെ ദൈവം തന്നു. ഈ ദൈവമായ എൻ്റെ ദൈവം നിലവിളിയുടെ മുമ്പിൽ, കരച്ചിലിൻ്റെ മുമ്പിൽ, നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിയുന്ന, മസിലുകളുടെ ഞരക്കം അറിയുന്ന ഒരു ദൈവം, അവനെയാണ് ഞാൻ സേവിക്കുന്നത്. അവന്റെ പേരാണ് യേശു. എനിക്ക് പ്രസംഗിക്കാനുള്ളത് ഈ യേശുവിനെ കുറിച്ചാണ്. സ്തോത്രം. ആകയാൽ യേശു നിങ്ങളെയും വിടുവിക്കട്ടെ. നിന്റെ ആവശ്യങ്ങളിൽ എൻ്റെ യേശു കൂടെ ഇരിക്കട്ടെ. അവൻ ദൈവമായി ഭൂമിയിൽ വന്ന് സ്വന്തം സാദൃശ്യത്തെ സൃഷ്ടിച്ച നിന്നെ രക്ഷിച്ചതുപോലെ നിന്റെ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത 1-ാം വ്യാഴാഴ്ച വീണ്ടും നാം കാണുന്നത് വരെയും ഞാൻ സേവിക്കുന്ന ദൈവം നിങ്ങളെ പൂർണ്ണ സൗഖ്യത്തോടെ കാക്കുമാറാകട്ടെ.